എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. മറ്റൊരു ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മൾ ആയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 9-ഉം 10-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗവും ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്നു. വെളിപ്പാട് പുസ്തകം 9-ാം വാക്യവും 10-ന്റെ ആരംഭ ഭാഗവും. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും, നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിൽ ആക്കുവാൻ പോകുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 8-ാം വാക്യത്തിൽ സ്മുർണയിലെ സഭ അവർക്ക് നേരിടേണ്ടി വരുന്ന കഷ്ടങ്ങളിൽ യേശുക്രിസ്തു കഷ്ടത അനുഭവിച്ച് മരിച്ച് ഉയിർത്തെഴുന്നേറ്റ പ്രത്യാശയുടെ ദൂത് നൽകി അവരെ ധൈര്യപ്പെടുത്താൻ യോഹന്നാൻ്റെ ദർശനം ഉപയോഗിക്കുന്നതായി നമ്മൾ കാണും. AD 155 രക്തസാക്ഷിയായി തീർന്ന സഭാപിതാവായിരുന്നു പോളികാർപ്പ്. അദ്ദേഹം സ്മുർണയിലെ സഭയിലെ ബിഷപ്പായിരുന്നു. സുശക്തമായ യഹൂദ സമുദായം ക്രിസ്ത്യാനികളോടും ക്രിസ്തു സഭയോടും ശത്രുത പുലർത്തിയിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ക്രിസ്തു സഭയെ നശിപ്പിക്കുന്നതിൽ റോമ ഭരണകൂടത്തെ സ്വാധീനിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞു. എങ്കിലും യഹൂദന്മാരിൽ നിന്നും അനേകരെ ക്രിസ്തു വിശ്വാസത്തിലേക്കും സഭയിലേക്ക് കൊണ്ടുവരുന്നതിൽ സ്മുർണയിലെ സഭ വിജയം കണ്ടു. പോളികാർപ്പ് സ്മുർണയിലെ ബിഷപ്പായിരുന്നു. അദ്ദേഹം രക്തസാക്ഷിയായി. അത് ഈ ദേശീയ കായിക അഭ്യാസങ്ങൾക്ക് വേണ്ടി നഗരം സജ്ജമായി ജനങ്ങൾ കൂടിയിരുന്നപ്പോൾ പോളികാർപ്പിനെ തെരഞ്ഞു പിടിച്ച് തീ വെച്ച് കൊല്ലാനുള്ള സംരംഭങ്ങൾ ഒരുക്കുകയായിരുന്നു റോമ ഗവൺമെൻറ്. തലേ രാത്രി ഭക്തനായ ബിഷപ്പ് സ്വപ്നം കണ്ടു. അതിങ്ങനെയാണ്: തൻ്റെ തലയിണയ്ക്ക് തീ പിടിച്ചു. താൻ രക്തസാക്ഷിയായി തീയിൽ കൊല്ലപ്പെടുമെന്ന് ശിഷ്യന്മാരോട് മുൻകൂട്ടി അദ്ദേഹം പറയുകയും ചെയ്തു. പീഡനത്തിൽ ദേഹോപദ്രവം അനുഭവിച്ചപ്പോൾ ഒരടിമ നിവൃത്തിയില്ലാതെ അധികാരികളോട് പോളികാർപ്പിനെ പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞു പോയതാണ്. അങ്ങനെ സംഗതികൾ അറിഞ്ഞ് തന്നെ അറസ്റ്റ് ചെയ്യാൻ വരുന്നവർക്ക് നല്ല വിരുന്ന് ഒരുക്കി കൊടുക്കാൻ വീട്ടിലുള്ളവരോട് നിർദ്ദേശിച്ച ശേഷം അവസാനമായി പ്രാർത്ഥിക്കാൻ 1 മണിക്കൂർ സമയം വേണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. അതിന് അനുവാദം ലഭിച്ചു. അറസ്റ്റ് ചെയ്ത പോലീസ് മേധാവിക്ക് പോലും അദ്ദേഹത്തെ കൊല്ലരുതെന്ന വിചാരമുണ്ടായി. യാത്രാമധ്യേ അദ്ദേഹം ബിഷപ്പിനോട് ഉപദേശിച്ചു: സീസറാകുന്നു കർത്താവെന്ന് പറഞ്ഞ് പൂജ കഴിച്ചാൽ കൊല്ലാതെ വിട്ടേക്കാം, അതല്ലേ നല്ലത്. എന്നാൽ പോളികാർപ്പിന് യേശുക്രിസ്തു മാത്രമായിരുന്നു കർത്താവ്. രക്തസാക്ഷി മരണത്തിൻ്റെ സന്ദർഭത്തിൽ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ശബ്ദം അദ്ദേഹം കേട്ടു: പോളികാർപ്പെ, ധൈര്യമായിരിക്കുക, പൗരുഷം വെടിയരുത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനം. അവസാനമായി ന്യായാധിപൻ നിർദ്ദേശിച്ചു: ഒന്നുകിൽ നീ കൈസർക്ക് യാഗം കഴിച്ച് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് മരണത്തിൽ നിന്ന് നീ രക്ഷപ്പെടുക, അല്ലെങ്കിൽ മരിക്കുക. അപ്പോൾ പോളികാർപ്പ് പറഞ്ഞൊരു മറുപടി വളരെ ശ്രദ്ധേയമാണ്. അതിങ്ങനെയായിരുന്നു: 86 വർഷമായി ഞാൻ എൻ്റെ രാജാവിനെ സേവിക്കുന്നു. അവൻ എനിക്കൊരു ദോഷവും ചെയ്തിട്ടില്ല. എൻ്റെ കർത്താവും രക്ഷിതാവുമായവനെ ഞാൻ എങ്ങനെ തള്ളിപ്പറയും? താൽക്കാലികമായ അഗ്നിമരണം കൊണ്ട് തീ എന്നെ ഭീഷണിപ്പെടുത്തുന്നു. എന്നാൽ ദുഷ്ടന്മാർക്കായി ഒരുക്കിയിരിക്കുന്ന ന്യായവിധിയുടെ നിത്യാഗ്നിയെപ്പറ്റി നിനക്കറിവില്ല. ഇനിയും താമസിയാതെ വിധി നിറവേറ്റിക്കൊള്ളുക. പോളികാർപ്പിനെ പിടിച്ചു കെട്ടേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. മനസ്സോടെ നിശ്ചേഷ്ടനായി നിന്ന് അഗ്നിക്ക് ഇരയാകാൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. അത് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്തു. അപ്പോൾ സ്മുർണയിലെ സഭ വളരെ പരിശോധനയിലൂടെ കടന്നുപോയൊരു സഭയാണ്. കഷ്ടത അനുഭവിച്ചുകൊണ്ടിരുന്നു. കൂടുതൽ ശോധന ഉണ്ടാകാനിരിക്കുന്നു. 3 കാര്യങ്ങൾ നമ്മൾ വായിച്ച വേദഭാഗത്ത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. ഒന്ന് കഷ്ടത, മറ്റൊന്ന് പീഡനം,
മൂന്നാമത്തേത് ദാരിദ്ര്യം. ഈ 3 പരിശോധനയിലൂടെ സഭ കടന്നുപോയി. സ്മുർണയിലെ സഭയുടെ ഈ അനുഭവം പൊതുവെ ക്രിസ്തു സഭകളുടെ അനുഭവം കൂടിയായിരുന്നു. സംഭവങ്ങളുടെയും സാഹചര്യങ്ങളുടെയും കഠിനമായ സമ്മർദ്ദം സ്മുർണയിലെ സഭയെ ഞെരിച്ച് ഉടച്ച് കളയുമെന്ന് തോന്നിപ്പോകും. അതോടൊപ്പം ദാരിദ്ര്യത്തിൻ്റെ ഞെരുക്കവും അനുഭവപ്പെട്ടു. ദാരിദ്ര്യം എന്നതിന് ഗ്രീക്കിൽ 2 പദങ്ങളുണ്ട്. ഒന്ന് ടൊക്കോയ്യ എന്നാണ്, ടൊക്കോയ്യ. മറ്റൊന്ന് പെനിയ. ഇതിൽ ആദ്യത്തേതിൻ്റെ അർത്ഥം യാതൊന്നുമില്ലാത്തവൻ, അതായത് കഞ്ഞി വെക്കാൻ വകയില്ലാത്തവൻ. രണ്ടാമത്തേത് ആഡംബര ജീവിതത്തിന് സമ്പത്തില്ലാത്തവൻ, അഥവാ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കാലം കഴിയേണ്ടവൻ. ഇവയിൽ ആദ്യത്തെ പദമാണ് സ്മുർണയിലെ സഭയെപ്പറ്റി ഉപയോഗിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ ദാരിദ്ര്യം 2 കാരണങ്ങളാലാണ്. ഒന്നാമത്തേത് വിശ്വാസത്തിലേക്ക് വന്നവരിൽ അധികവും ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ളവരായിരുന്നു. അനേകരും അടിമകളും ഒക്കെയായ ആളുകൾ. ധനികന്മാരായി കുറേ പേരുണ്ടായിരുന്നു. ധനവാന്മാരും ദരിദ്രന്മാരും തമ്മിലുള്ള അന്തരം സമൂഹത്തിൽ എല്ലാ കാലത്തും കാണാം. പ്രാചീന കാലത്ത് അത് ഇന്നത്തേതിനേക്കാൾ കൂടുതലായിരുന്നു. യോഹന്നാൻ ആസിയയിലെ നഗരങ്ങളിലേക്കാണ് ദൂതുകൾ എഴുതുന്നത്. എന്നാൽ റോമയിൽ സാമ്പത്തിക വിടവ് കുറെ കൂടെ വഷളായിരുന്നു. സാധുക്കളെ ദാരിദ്ര്യവും പട്ടിണിയും കാർന്ന് തിന്നുകൊണ്ടിരുന്നു. ക്രിസ്ത്യാനികളുടെ ദാരിദ്ര്യത്തിനുള്ള മറ്റു കാരണം അവരുടെ സാധനങ്ങൾ ചീത്തയായി പോകാനുള്ള സാധ്യത കൂടുതലായിരുന്നു എന്നതാണ്. എബ്രായർ 10 അധ്യായം 4 വാക്യത്തിൽ അതിൻ്റെ ഒരു സൂചനയുണ്ട്. ഇടയ്ക്കിടെ പുറജാതിക്കാർ കൂട്ടമായി ക്രിസ്ത്യാനികളെ ആക്രമിച്ച് ഭവനങ്ങൾക്കും വസ്തുവകൾക്കും നാശം വരുത്തി. സ്മുർണയിൽ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. വളരെ കഠിനമായിരുന്നു, കഷ്ടത നിറഞ്ഞതായിരുന്നു. 10 വാക്യത്തിൽ പറയുന്നത് 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും, അതായത് കഷ്ടത. യോഹന്നാൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നത് അക്ഷരിക അർത്ഥത്തിൽ എടുക്കേണ്ടതില്ല. പ്രാചീന സാഹിത്യ ശൈലിയിൽ 10 ദിവസം എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലഘട്ടം എന്നാണ് അർത്ഥം. ജയിൽവാസം ഉണ്ടാകും, പക്ഷേ അത് വേഗം അവസാനിക്കും. ക്രിസ്തുമതം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു എങ്കിലും എല്ലാ ചക്രവർത്തിമാരും ഒരുപോലെ പീഡനം അഴിച്ചുവിട്ടില്ല. ചില ഭരണകർത്താക്കൾ വളരെ മഹാമനസ്കരും ആർദ്രതയുള്ളവരുമായിരുന്നു. ചിലപ്പോൾ ദീർഘകാലം പീഡനമില്ലാതെ സമാധാനപൂർണമായ ജീവിതം സാധ്യമാകും. എന്നാൽ പെട്ടെന്ന് ഒരു ജനക്കൂട്ടം കൊടുങ്കാറ്റഴിച്ചു വിടുകയും ലഹളയെ ശമിപ്പിക്കാൻ ഭരണകൂടം ശ്രമിക്കവേ ക്രിസ്ത്യാനികളെ കുറ്റം ചുമത്തുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്യുക പതിവായിരുന്നു. അന്നത്തെ ജയിൽവാസം മരണകരമാകത്തക്കവണ്ണം നിഷ്ഠൂരവും കിരാതവുമൊക്കെയായിരുന്നു. ജയിൽവാസികൾക്ക് യാതൊരു സുഖ സൗകര്യങ്ങളും അവകാശപ്പെടാൻ സാധ്യമല്ലായിരുന്നു. പട്ടിണിയും കഷ്ടതയും മൂലം ക്രമേണ മരണത്തിലേക്ക് നീങ്ങുകയായിരുന്നു അനുഭവം. യഹൂദന്മാരായിരുന്നു ക്രിസ്ത്യാനികളുടെ പീഡനത്തിൻ്റെ മുഖ്യ കാരണക്കാർ. അവരാണ് വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അധികാരികളെയും പുറജാതികളെയും ക്രിസ്ത്യാനികൾക്കെതിരായി ഇളക്കിവിടുന്നത്. യഹൂദരും ക്രിസ്ത്യാനികളും തമ്മിൽ ശത്രുത്വം വളർന്നു വന്നതിന് പല കാരണങ്ങളുണ്ട്. ക്രിസ്ത്യാനികളാണ് സാക്ഷാൽ ഇസ്രായേലിയർ എന്ന അവകാശവാദം. യഹൂദരെ ചൊടിപ്പിച്ചതിൽ ഒരു പ്രധാന കാര്യം ഇതാണ്. ക്രിസ്ത്യാനികളെ ദുഷിച്ച് പറയുകയും ഒറ്റിക്കൊടുക്കുകയും റോമാ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ പ്രേരണ ചെലുത്തുകയും ചെയ്തിരുന്നു യഹൂദന്മാർ. ഈ ഒരു കാര്യത്താൽ ക്രിസ്ത്യാനികൾക്കുണ്ടായ കഠിന രോഷത്തിൻ്റെ സൂചനയാണ് സാത്താൻ്റെ പള്ളിക്കാർ അല്ലെങ്കിൽ സാത്താൻ്റെ സുനഗോഗുകാർ എന്ന പദത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു പ്രയോഗം നടത്തിയതിൻ്റെ കാരണം അതാണ്. യഹൂദന്മാരുമായുള്ള സംഭാഷണ മധ്യേ യേശു ഇത്തരം ഭാഷ ഉപയോഗിച്ചതായി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നു. നിങ്ങൾ പിശാചിൻ്റെ മക്കളത്രേ, നിങ്ങളുടെ അപ്പൻ്റെ ഇഷ്ടം നിങ്ങൾ ചെയ്യുന്നു. അന്ത്യോക്യയിലും ഇക്കോന്യയിലും ലുസ്ത്രയിലും ബഹുദൈവ വിശ്വാസവും അഴിഞ്ഞ അധാർമികതയും പുലർത്തിയിരുന്ന പുറജാതിക്കാർ. അപ്പോസ്തലപ്രവൃത്തി 13 അധ്യായം 14 അധ്യായത്തിലൊക്കെ നമ്മളിത് വായിക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും
സ്മുർണയിലെ ക്രിസ്ത്യാനികൾക്ക് ജീവിതം ദുസ്സഹമായി തീരുന്ന സാഹചര്യമുണ്ടായി. കഷ്ടതയും പീഡനവും ദാരിദ്ര്യവും ജയിൽവാസവും ഒക്കെ അവിടെ നിത്യസംഭവങ്ങളായിരുന്നു. അതിൻ്റെ മധ്യത്തിൽ ഒരു സഭ എങ്ങനെയാണ് നിലനിൽക്കുക? പുറത്തുനിന്നുള്ള ആക്രമണം സഭയ്ക്ക് നിലനിൽക്കാൻ വലിയ പ്രയാസമായി തീരുന്നു. എന്നാൽ ഇന്ന് പുറത്തു നിന്നല്ല, അകത്തു നിന്നുള്ള ഉപദ്രവങ്ങളാണ് സഭയെ കൂടുതൽ നാശത്തിലേക്ക് നയിക്കുന്നത്. പുറത്തുനിന്ന് സഭയെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നത് ചരിത്രം നമ്മളോട് പറയുന്ന സത്യമാണ്. താൽക്കാലികമായി പീഡനങ്ങൾ ഉണ്ടായാലും സഭയെ എന്നേക്കുമായി നശിപ്പിക്കാൻ പുറത്തുള്ള ഒരു ശക്തിക്കും കഴിയില്ല. സഭയെ നശിപ്പിക്കാൻ കഴിയുന്നത് അകത്തുള്ള ശക്തിക്കാണ്. അന്തഛിദ്രങ്ങളാണ്. അത് പല വിധത്തിൽ ഇന്ന് സഭകളെ പിടിമുറുക്കിയിരിക്കുന്നു. അത് തിരിച്ചറിയാൻ, സഭയെ ശക്തീകരിക്കാൻ, നിലനിൽക്കാൻ നമുക്ക് സാധിക്കണം. പുതിയ ദിവസം അനുഗ്രഹപ്രദമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ മറ്റൊരു പ്രഭാതം കൂടെ അടിയങ്ങൾക്ക് ദാനമായി നൽകിയത് ഓർത്ത് സ്തോത്രം. ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ, കഷ്ടത എന്ന കഠിന ശോധനകളിലൂടെ കടന്നുപോയിട്ടും സ്മുർണയിലെ സഭ നിലനിന്നതുപോലെ കർത്താവെ, നിലനിൽപ്പാനുള്ള കൃപ ഇന്ന് സഭയ്ക്ക് നൽകണമേ. വ്യത്യസ്തമായ കാരണങ്ങളും പ്രയാസങ്ങളും സാമൂഹിക രാഷ്ട്രീയ സ്വാധീനങ്ങളുമൊക്കെ, സമ്മർദ്ദങ്ങൾ വിശ്വാസ ജീവിതത്തിന് നേരെ അടിച്ച് ഉയരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ പതറാതെ നിൽക്കാനുള്ള ശേഷി, പ്രത്യാശ സഭയ്ക്ക് നൽകണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി മിഷൻ ഫീൽഡുകളിലൊക്കെ പ്രവർത്തിക്കുന്നവരെയും അവിടെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൽ നിലനിൽക്കാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അടിയങ്ങളോട് കൂടെ ഇരുന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും, യാത്രകളിലും, ഉത്തരവാദിത്വ നിർവഹണങ്ങളിലും മാറ്റമില്ലാത്ത കൃപയിലും കരുണയിലും കാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും പേരുപേരായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും പുതുവർഷം അവിടുന്ന് നൽകണമേ. യേശു മിശിഹ മൂലം അടിയങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.